നടത്തം കൊണ്ട് നിങ്ങളുടെ കൊഴുപ്പ് പോകും, പേശിയും പോകും. പക്ഷെ 6 മാസം കൊണ്ട് നിങ്ങൾ സ്കിന്നി ഫാറ്റ് ആകും. മെലിഞ്ഞ ശരീരം, വയറ് മാത്രം ബാക്കി. മൊയ്തീൻ എന്നോട് പറയായിരുന്നു, ഡോക്ടറെ ഈ ഭാരം ഉയർത്തുമ്പോഴേ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരൂലേന്ന്. മൊയ്തീനെ, ഭാരം ഉയർത്താത്തത് കൊണ്ടാണ് നിനക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത. നമ്മൾ ഡയറ്റ് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറയുന്ന ഭാരത്തിന്റെ 25% നമ്മളുടെ പേശികളാണ്. നമ്മൾ 12 കിലോ കുറഞ്ഞാൽ 3 കിലോ പേശികൾ നഷ്ടപ്പെടും. അല്ല, അപ്പൊ എന്തിനാണ് ഈ പേശി ഡോക്ടറെ എന്നാണ് എന്നോട് മൊയ്തീൻ ചോദിച്ചത്. പേശി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ മെറ്റബോളിക് എഞ്ചിൻ. രണ്ടാമത്തത്, അതാണ് നിങ്ങളുടെ ഗ്ലൂക്കോസ് സൂക്ഷിക്കുന്ന ടാങ്ക്. നിങ്ങളുടെ പേശി പോകുന്നതോടുകൂടി ഗ്ലൂക്കോസ് സൂക്ഷിക്കാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടും. മൂന്നാമത്തത്, അതാണ് നിങ്ങളെ വീഴ്ത്താതെ നിലനിർത്തുന്നത്, സ്റ്റഡി ആയിട്ട് നിലനിർത്തുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു അപകടം എന്താ വെച്ചാൽ സാർക്കോപീനിക് ഒബേസിറ്റിയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. വണ്ണമുണ്ട്, പേശിയില്ല. ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഇതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ചിലപ്പോൾ വീഴ്ച, ഒടിവ്, മരണം വരെ സംഭവിക്കാനുള്ള ഒരു അവസ്ഥയാണ്. ഈ പ്രായമുള്ളവർക്ക് ഭാരം ഉയർത്തൽ അപകടമാണോ എന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. ശരിക്കും പ്രായമുള്ളവർക്ക് ഭാരം ഉയർത്താതിരുന്നാലാണ് പ്രയാസങ്ങൾ വരാൻ പോകുന്നത്. 90 വയസ്സുള്ള ആളുകൾക്ക് പോലും സ്ട്രെങ്ത് ട്രെയിനിങ് പേശികൾ ഉണ്ടാക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നമുക്ക് ഈ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ജിമ്മിന് പോകുകയെന്നൊന്നും വേണ്ട, വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാം. ജസ്റ്റ് ഒരു ചുമരിൽ നിന്നിട്ടൊരു പുഷപ്പ്, കസേരയിൽ നിന്ന് എഴുന്നേൽക്കുക, സ്ക്വാട്ട് ചെയ്യണ പോലെ, വെള്ളക്കുപ്പി കൊണ്ട് ഭാരം ഉയർത്താം, പടി സ്റ്റെപ്പുകൾ പതുക്കെ കയറുക, ഇതൊക്കെ സ്ട്രെങ്ത് ട്രെയിനിങ് തന്നെയാണ്. അപ്പോൾ എത്ര അളവിൽ ഈ എക്സസൈസ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ്, ആഴ്ചയിൽ 2 ദിവസം 20 മിനിറ്റ് എങ്കിലും ചെയ്യാം. ഇത് ഏറ്റവും കുറഞ്ഞ അളവാണ് കേട്ടോ, ഏറ്റവും മിനിമം ചെയ്യേണ്ട വർക്കൗട്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്ത്രീകൾ ഭാരം ഉയർത്തിയാൽ ആണുങ്ങളുടെ ശരീരം പോലെ ആകുമോ എന്നുള്ളതാണ്. ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ആവണമെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ശരീരത്തിൽ വേണം. സ്ത്രീകൾക്ക് അത് 15 മടങ്ങ് കുറവാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഉറപ്പുള്ള ശരീരവും ബലമുള്ള എല്ലുമാണ്. ഇവിടെ ഡോക്ടർ അങ്കിളിന്റെ ലൈൻ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നടത്തം ഹൃദയത്തിന്, ഭാരം ഭാവിക്ക് വേണ്ടി. അതുകൊണ്ട് രണ്ടും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഭാരം ഉയർത്തി പേശികളെ സംരക്ഷിക്കേണ്ട ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. ഭക്ഷണം ഒഴിവാക്കിയാൽ വണ്ണം കുറയും. 2022 ഒരു പഠനം ഈ വാദം തകർത്തു. നമ്മളെല്ലാവരും റംസാൻ നോമ്പ് പിടിക്കുന്നവരാണ്. നാളത്തെ എപ്പിസോഡ് എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സീ യു ടുമാറോ. ബൈ.